ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മത്തി ചാള എന്നൊക്കെ പറയുമല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തത് നമ്മുടെ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് തന്നെ നമുക്ക് ആവശ്യത്തിലുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തത് കൊണ്ട് അതിൻ്റെ പേസ്റ്റ് ഒന്നും ചേർക്കണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ആ സമയത്ത് തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണ്. അത് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ മീൻ മസാലൻ്റെ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ മീൻ മസാല തന്നെയാണ്. പിന്നെ ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ കൂടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂടുതലാവാൻ പാടില്ല. കൂടുതലായി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു കുത്തണ ഒരു ചുവ വരും. എപ്പോഴും മഞ്ഞൾപ്പൊടി എല്ലാത്തിനും ചേർക്കണം, നല്ലതാണ്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ് നമ്മൾ നമ്മുടെ മീൻ മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മീനിൻ്റെ ഫിഷ് ഫ്രൈ മസാലയുണ്ട്, ഫിഷ് ഫ്രൈ അല്ലാത്ത മസാല രണ്ടും നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ കളറൊക്കെ നല്ല ഭംഗി കിട്ടുമല്ലോ നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ കൂടുതൽ എരിവ് ഇഷ്ടമല്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങക്ക് കണക്കാക്കിയിട്ടുള്ള ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരു ലെയറിൽ മാങ്ങ, ഒരു ലെയറിൽ മീൻ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടാണ് തയ്യാറാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിലുള്ള ഗരം മസാലയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ എരിവുള്ള മുളക് പൊടി നമ്മൾ 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വിനാഗിരി ഒഴിക്കാത്തതുകൊണ്ട് ഇതിൽ വെള്ളം ഉണ്ടാവില്ല, വെള്ളത്തിന് അംശം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ മീനിലുള്ള വെള്ളം നോക്കിയിട്ട് വേണം ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം വരാൻ വേണ്ടി വെച്ചതാണ്. നമ്മൾ പെട്ടെന്ന് കഴുകി ആ സമയത്ത് തന്നെ എടുക്കുകയെന്നുണ്ടെങ്കിൽ മീനിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും. നമ്മൾ കുറച്ച് സമയമായി നമ്മൾ കഴുകി വെച്ചിട്ട്, അതുകൊണ്ടാണ്. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. എല്ലാ ഭാഗത്തും നമ്മൾ ഈ മസാലപ്പൊടി എത്തുന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുക. ഈ സമയത്ത് കുഴച്ച് നമ്മൾ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പം എല്ലാം ഇതിലുണ്ടാവും, ഉറപ്പാണ്. കാരണം നമ്മൾ അതിനനുസരിച്ച് മസാലകൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, കാരണം ഇത് ഫ്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ വെള്ളം മതി. പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്യാതെ നമ്മൾ മാങ്ങ ഒക്കെ ഇട്ടിട്ട് നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കേണ്ട ആദ്യം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതേപോലെ കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ നമ്മൾ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും കുഴച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു ഗ്രേവി രൂപത്തിലാവും. ഇനി നമ്മൾ തക്കാളി വെച്ചിട്ട് നമ്മൾ മീൻ കുഴക്കുന്നത് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പച്ചമാങ്ങ മാത്രം ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതേപോലെ മാങ്ങയും വെണ്ടക്കൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാവും, ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇത് നമ്മൾ ചട്ടിയിലോട്ട് മാറ്റണം. ചട്ടിയിൽ നമ്മൾ വെക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ മത്തൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും മീൻ വലിയിക്കുന്ന ചട്ടീൻ്റെ അടിയിൽ നമ്മൾ മത്തൻ്റെ ഇല യൂസ് ചെയ്യുക. അപ്പോൾ എന്താവും, മീൻ അടി പിടിക്കൊന്നുമില്ല. പിന്നെ മത്തൻ്റെ ഇല കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ലെയറിൽ നമ്മൾ പച്ചമാങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ മീനിങ്ങനെ വെച്ച് കൊടുക്കുക. വീണ്ടും പച്ചമാങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ ലെയറാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ മീൻ വെച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ പച്ചമാങ്ങൻ്റെ പുളിയൊക്കെ ചേരുമ്പോൾ നമ്മൾ മീനിലൊക്കെ പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഫാദറിൻ്റെ റെസിപ്പിയാണ്. ഫാദറിൻ്റെ റെസിപ്പി ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഫാദർ ഇങ്ങനെയാണ് മീൻ പച്ചമാങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കാറുള്ളത്. വീട്ടിലൊരു ദിവസം പറഞ്ഞപ്പോൾ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചാണ് വീണ്ടും നമുക്ക് വീഡിയോയിൽ കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ലെയറായിട്ട് ഓരോ ലെയറിലും മാങ്ങ പിന്നെ മീൻ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തതാണ്. ഏറ്റവും മുകളിലും നമുക്ക് പച്ചമാങ്ങ വരണം. താങ്ക് യു ഫോർ വാച്ചിങ്.